ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞങ്ങളിവിടെ എറണാകുളത്ത് മംഗളം എന്താ പറഞ്ഞു കൊടുത്തത്? ഇതെന്താണ്? മംഗളവനം. അപ്പോൾ അത് കാണാൻ വന്നതാണ് ഗൈസ്. കാണിച്ചു തരാം, ബാക്ക് ക്യാമറ കാണിച്ചു തന്നാലേ മനസ്സിലാവുള്ളൂ. അടിപൊളി ഒരു നമ്മുടെ എറണാകുളത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയണത്. അതും ആൻ പറഞ്ഞതുകൊണ്ട്. നിനക്ക് എങ്ങനെ കിട്ടിയേ? ഞാൻ ഗൂഗിളിനകത്ത് ചുമ്മാ നോക്കിയപ്പോൾ എവിടെയോ കിടക്കണം കണ്ടതാ. കൊള്ളാം, അടിപൊളി ആംബിയൻസ്. ഈ ഒരു ക്രൗഡിൻ്റെ ഇടയിൽ നിന്നൊക്കെ നമുക്ക് മാറി നിന്നിട്ട് ഒന്നൊരു പീസ്ഫുൾ ആവാൻ വേണ്ടി മാറി നിന്നിട്ട് ഒന്ന് ഫ്രീ ആവണമെങ്കിൽ, ഒരു മൈൻഡ് റീഫ്രഷ് ആവാൻ വേണ്ടി നമുക്കിത് അടിപൊളിയാണ്. ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ഏടി അവിടുന്ന് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം. വെൽക്കം ടു മംഗളവനം ബേർഡ്സ് സാങ്ച്വറി. ഹൈക്കോർട്ടിൻ്റെ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നാൽ മതി ഗൈസ്. നേരെ പോവാം. കണ്ടില്ലേ ഗൈസ്, വീഡിയോ എടുക്ക. മീനുകളുടെ അസ്ഥി കൂടെ ഒക്കെ സൂക്ഷിച്ചു വെച്ചിട്ട് അതിൽ നിന്ന് പഠനം പഠിക്കണം. കാണുന്നുണ്ടോ ഗൈസ്? ഇതവിടെ ഇത് ഒരു വൈബ് സ്ഥലം അല്ലേ? നമ്മൾ ഇന്ന് പനി ആയതുകൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ചുമ്മാ ഒന്നിങ്ങനെ നടന്നതാ. മറൈൻ ഡ്രൈവിലൊക്കെ പോയി. അപ്പോഴൊന്നും വ്ളോഗ് എടുക്കാനുള്ള ഒരു ഓർമ്മയില്ല, മൈൻഡില്ല. കാരണം നമ്മൾ വ്ളോഗേഴ്സ് അല്ലല്ലോ, നമ്മൾ വരുന്നേ ഉള്ളൂ അല്ലേ? അതെ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇവള് പറഞ്ഞു ഇത് കാണിച്ചു കൊടുക്കാം, ജസ്റ്റ് വ്ളോഗ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ എടുത്താണ് ഗൈസ്. അതെ വവ്വാലി അതാ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ തൂങ്ങി കിടക്കണത് ലൈവായിട്ട് ഇപ്പോഴാണ് കാണുന്നത്. പ്രായത്തിന്റെ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ട്. ആ, പ്രാത ഫിലിമിലുണ്ടല്ലോ. കണ്ടോ ഗൈസ് നിങ്ങൾ? ഇതെങ്ങനെയുണ്ടെന്ന് പറയൂ ഗൈസ്. ഞങ്ങൾ ഇന്നലെ വെട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ വെട്ടിയതാ, ഞങ്ങളെ കലാവിരുത്. ഓക്കെ, നല്ലല്ലേ? ഞങ്ങൾക്ക് ബ്യൂട്ടി പാർലറിൽ പോയൊന്നും പൈസ ചിലവാക്കാൻ വയ്യ. സോ ഞങ്ങൾ പക്ഷെ നല്ലൊരു സ്ഥലമല്ലേ? എന്തായാലും ഗൈസ്, നിങ്ങൾ എറണാകുളത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങോട്ട് വരണം. മസ്റ്റ് വിസിറ്റ്. മസ്റ്റ് വാച്ച് എന്നൊക്കെ പറയാൻ വരുന്നു. മസ്റ്റ് വിസിറ്റ് ആണ്. ഓക്കെ, ഒന്ന് റിലീഫ് ആവണമെങ്കിൽ ഈ ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് ഈ ഹോണടി പോക്ക് അത് ഇത് അതിൽ നിന്നൊക്കെ ഒന്ന് റിലീഫായിട്ട് ഒന്ന് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് എന്തായാലും വരണം. ടിക്കറ്റ് എടുക്കാനുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എത്ര രൂപയാണ്. ഇത് കൊക്കല്ല. ശരിയാ, കണ്ടല്ലോ ഗായ്സ്, ഒറിജിനല്ലേ. ഇത് ഡ്യൂപ്ലിക്കേറ്റ് താറാവോ? അത് പോയി. സമാധാനത്തോടു കൂടി ഇരിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പോയിണ്ടാവുക. ഇല്ല, ഇതാണ് ഗൈസ് ആ സ്ഥലം. ഇനി അതിൻ്റെ ഇങ്ങോട്ടാണ് നമുക്ക് കയറാനുള്ളത്. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഔട്ട്ലെറ്റ് പോലെ അല്ലേ? അങ്ങനെയല്ലേ പറയാ? ഔട്ട്ലെറ്റ് മീൻസ് ജസ്റ്റ് ഒന്ന് പുറം കണ്ടിട്ടല്ലേ നമ്മൾ അകത്ത് നല്ല എന്താണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഔട്ട്സൈഡ് എങ്ങനെ പറഞ്ഞപ്പോ അതെന്താ ബീവറേജ് മാത്രം ഓർമ്മ വന്നേ? ആൾക്കാരെ ഞങ്ങൾക്ക് കുടിയെത്തിയാന്ന് ഒരിക്കലും അല്ലേ കാര്യം. ഇതെന്തായാലും എന്തോരം ഔട്ട്ലെറ്റ്സ് ഉണ്ട്. കേട്ടിട്ടില്ല. അയ്യോ, നമ്മുടെ വ്ളോഗില് അന്ന് ചിഞ്ചിലായിരുന്നു. ഇത് ആൻമരി ഫ്രം കോട്ടയം, അല്ല കൂത്താട്ടുകുളം. ഓക്കെ, അവള് CA പഠിക്കുകയാണ് ഗായ്സ്. നമ്മുടെ കൂടെയുള്ള എല്ലാം ഒരു ബുദ്ധിജീവികളാണ്. ഒന്ന് റോബോട്ടിക്സ്, CA, ബാക്കി 2
വർക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു കൊച്ചിനെ പരിചയപ്പെട്ടായിരുന്നേ, കാണിച്ചു തരാം കേട്ടോ അവളെ. ക്ലാസ്സിന് പോവാതെ ഇവിടെ വന്നിരിക്കുക അല്ലേ. എത്ര രൂപയായി? 30. ഒരാൾക്ക് 10 രൂപ ഉള്ളൂ. വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടാവൂല അല്ലേ. ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. കണ്ടോ, എനിക്ക് മറ്റേ തേക്ക് മ്യൂസിയം ഓർമ്മ വരുന്നേ. ബുദ്ധനൊക്കെ കണ്ടില്ലേ. അപ്പൊ നമുക്ക് പോയോക്കാം. ഇത് കാണാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. ഓ, അത് മറ്റേ പ്ലാസ്റ്റിക് വർക്കാ. ബോട്ടിൽ വർക്ക്, പ്ലാസ്റ്റിക് വർക്ക് എന്നൊക്കെ. ബോട്ടിൽ വർക്ക്. ഇതിന്റെ മേലോട്ട് കയറാൻ പറ്റില്ല. 10 രൂപ നഷ്ടത്തിലായി. ഫസ്റ്റ് ഇങ്ങോട്ട് പോയോക്കാം. എല്ലാ വഴിയും പോവാം. കണ്ടില്ലേ ഗൈസ്, നിങ്ങൾ കാണാൻ പറ്റുന്നില്ലേ? സ്ഥലല്ലേ. താങ്ക് യു ആൻ. ഓരോ ഉഡായിപ്പാളായിട്ട് ഇറങ്ങുന്നുണ്ട്. അതാ മിസറോ പുളിയറുമ്പിന് അല്ല, പുളിയറുമ്പിന് എന്താ പറഞ്ഞേ? നീറോ എന്താ പറഞ്ഞേ? നിസറോ പുളിയറുമ്പ്. കാണിച്ചു തരാം. ഈ എറുമ്പില്ലേ, മറ്റേ മേത്തൊട്ടി പിടിക്കും എറുമ്പ്. നമ്മുടെ നാട്ടിലെ എറുമ്പ്. ഓക്കെ, ഉറുമ്പ്. ഇത് മേത്ത് പറ്റി പിടിക്കൂലേ? ഓക്കെ, അതായത് തട്ടിയാലും പോവില്ല. അതന്നെ പുളിയറുമ്പ്. ഇതിന് വേറെന്തോ പറയുമല്ലോ, മറന്നുപോയി. പണ്ട് നാട്ടില് ഉള്ള സമയത്ത് ഇല്ലോന്നായിരുന്നു. ഇപ്പൊ ഇങ്ങനത്തെ സ്ഥലത്തിനൊന്നും കാണാത്തോണ്ട് നമ്മൾ പറയാറില്ല, അതുകൊണ്ട് മറന്നുപോയി. എന്നാലും ഇത് കളഞ്ഞേക്കല്ലേ, ഞാൻ ഒടിച്ചു പോയി. ഇവിടെ കുഴപ്പമില്ല. ഒരുത്തി എക്സാമിന് ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോൾ പെട്ടെന്ന് വരത്തില്ലേ, നമ്മളത് പെട്ടെന്ന് കഴിയൂലേ, അതൊക്കെ പറഞ്ഞു വന്ന ആളാ ഇതാ ഈ കിടക്കണത്. എന്നിട്ട് ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മറൈൻ ഡ്രൈവിൽ പോകണം, അവൾക്ക് ഇവിടെ വിസിറ്റ് ചെയ്യണം. എന്തല്ലേ എന്ത് കിളികളെ ഒന്നും കാണാൻ പറ്റുന്നില്ല, പക്ഷെ ശബ്ദം കേൾക്കുന്നുണ്ട്. അതാ ബൗവാലിന്റെ എവിടെ കിടപ്പുണ്ട്. ഓ ഓക്കെ, കണ്ടില്ലേ ഗൈസ്? ഇല്ല തോന്നണം. കാണുന്നില്ല. അയ്യോ സോറി ഗൈസ്, കാണുന്നില്ലേ നിങ്ങൾക്ക്? എവിടെ? ഞാൻ കാണുന്നില്ലല്ലോ. അതാ ക്യാമറ ഇവിടെ. ഈ കാണുന്നത് അതിന്റെ വാലാണ്. ഇത് കണ്ടില്ലേ ഗൈസ്? കാണുന്നില്ല എല്ലാവർക്കും? അടിപൊളി സ്ഥലങ്ങൾ. വാട്ട് എ വെതർ, വാട്ട് എ വെറുതെ. അത് കണ്ടിട്ടില്ലേ? ഹാഷിറിന്റെ അല്ലല്ലോ, മറ്റേ അമീന്റെ വാട്ട് എ വെതർ. അത് പറയുന്ന വാട്ട് എ വെറുതെ. ഗൈസ്, നമുക്ക് കുറെ ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇത്രയും നല്ലൊരു സ്ഥലം എനിക്ക് തോന്നുന്നു. തേക്ക് മ്യൂസിയത്തിലും ഇത്ര വലിയ വൈബൊന്നുമില്ല, ഇങ്ങനൊന്നുമല്ല. അതിന്റെ മേലെ കേറോ നീ? ടിക്കറ്റും കൂടെ പിടിച്ചോ. നോക്കൂ ഗൈസ്, രണ്ടെണ്ണം കൂടെ വലിഞ്ഞു കേറുന്ന കണ്ടു ഗൈസ്. ആ മരം വല്ലതും ഒടിഞ്ഞെങ്കിൽ രണ്ടും നിലത്ത് കിടക്കും.
തിരിച്ചിറങ്ങണം കേട്ടോ. ചാടിയാ മതി. നോക്കൂ guys. കാല് തെന്നിയാ തീർന്ന്. ചെറിയ മോന്ത അവിടെ പോവും, കല്ലും പോവും. കല്ല് അവിടെ പേടിപ്പിക്കാതെ. നീ ഞാൻ ഒരു കാര്യം പറയട്ടെ, നേരെ പോയിട്ട് അതിലോട്ട് ചാടും, എന്നിട്ട് അങ്ങോട്ട് പോകും. അവിടെ വരെ എനിക്ക് പറ്റത്തില്ല. പേടിയാ. എന്നിട്ടാണ് വലിഞ്ഞു കേറിയത്. ഞാൻ അവിടെ സ്റ്റെക്ക് കുറച്ച് നീങ്ങിയിരിക്കുവോ നോക്കട്ടെ, തെന്നുവോ? ഇല്ല, കൊഴപ്പില്ല. കേറിക്ക കേറിക്ക, ധൈര്യമായിട്ട് കേറിക്ക. ഇല്ല ഇല്ല, എനിക്ക് ഇറങ്ങണം. എനിക്ക് ഇറങ്ങണം ഇപ്പൊ. ഹായ് ഗൈസ്, ഞാൻ ഇറങ്ങിട്ട് നീ കയറിക്കോ. അപ്പൊ ഞാൻ തിരിച്ചറിയണ്ടേ? തിരിച്ച് തന്നെ ഇറങ്ങണം. എന്നെ പിടിക്കില്ലേ, കാല് കുത്ത സപ്പോർട്ടില്ല. ഹായ് ഗൈസ്, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കുറെ അഡ്വഞ്ചർ ചെയ്യാം. നമ്മൾ ചെറുപ്പത്തിലല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഈ ഏജിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഗൈസ്. അതെ. കേറുന്നുണ്ടോ? കേറുന്നുണ്ടോ? വേണ്ട, എനിക്ക് പേടിയാ. കേറ്, പോന്താ. ഞാൻ കേറണോ? അവളെ കൂടെ ഇങ്ങോട്ട് ക്യാച്ച് ചെയ്യാം, ക്യാപ്ചർ ചെയ്യാം. ഓക്കെ, ഇതൊക്കെ ഇവിടെ വെക്കണ്ടേ? അതവിടെ വെച്ചോ, അല്ലെങ്കിൽ എല്ലാം പോവും. കൊള്ളാട്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ. വായോ. എവിടുന്നല്ലേ കേറിയേ? യാ, എനിക്ക് ഇവിടുന്ന് കേറാൻ പറ്റത്തില്ല. അവിടുന്ന് കയറി. അതാ ഞാൻ പറഞ്ഞ, ഹൈറ്റ് ഇല്ലാത്തോണ്ട് അവിടുന്ന് കേറിയിട്ട് കാലിങ്ങോട്ട് ക്രോസ് ചെയ്യണം. എനിക്ക് പറ്റി തോന്നുന്നില്ല. യു ക്യാൻ. തെന്നുന്നുണ്ട്. അതാ പറഞ്ഞേ. ചെരുപ്പ് ഊരിട്. ചെരുപ്പ് ഊരിയിട്ട് കയറി. വാ വാ. ഇല്ല ഇല്ല ഇല്ല, വാ വാ വാ. ഇതൊക്കെയാണ് ഒരു അഡ്വഞ്ചർ. സിഎക്ക് പഠിക്കുന്നതല്ലേ. വാ. നമ്മൾ എന്ത് ഫേസ് ചെയ്യണം? വാ. ഇല്ല, വാ. വായോ. ഇവിടെ പിടിക്ക്, ഈ മരത്തിൽ പിടിക്ക്. അല്ല, ഈ മരത്തിൽ പിടിച്ചിട്ട് ഇങ്ങോട്ട് വെക്ക്. ഇതിനെ കെട്ടിപ്പിടിക്ക്. പറ്റും. നീ ക്യാപ്ചർ ചെയ്തേ. ഞാൻ അവളെ പിടിച്ചിട്ട് വരാം. നിക്ക് നിക്ക് നിക്ക്. നീ വാ. ഇല്ല, വായോ. അവിടെ നിന്നാ മതി. പേടിയാണെങ്കി ഇങ്ങോട്ട് കേറിയ വീഴും, ചിലപ്പോ സ്ലിപ്പാവും. ഇരിക്കാൻ സ്ഥലമില്ല സത്യമായിട്ടും. നമ്മൾ എന്ത് ചെയ്യും ഗൈസ്? അതെ, ഇരിക്കി. ഇവിടുന്ന് കണ്ടില്ലേ? എവിടെ? എന്തോരല്ലേ. മറ്റേ എനിക്ക് പ്രേത ഫിലിം ഓർമ്മ വരുന്ന ഇത് കാണുമ്പോ. സൺലൈറ്റ്. മഴവില്ലേ ഈ ഫോണിലൂടെ കാണുന്നത് കണ്ടാ? കണ്ടാ? ഐ ശരി, മറ്റേ വെയിലത്തെ പ്ലേറ്റ് മേൽ ഇങ്ങനെ വെച്ച്. പാമ്പോ? നിസർ നിസർ നിസർ. പുളിയറുമ്പ്. പുളിയറുമ്പ്. പുളിയറുമ്പാ പറയാ. ഞാൻ എന്താ പറഞ്ഞ നേരത്തെ? കട്ടുറുമ്പ് എന്നാ. പുളിയറുമ്പ്. പുളിയറുമ്പാട്ടോ. ഹായ് ഗായ്സ്, അങ്ങനെ നമ്മൾ മരത്തിന്റെ മേലെ ഇരിക്കുകയാണ്. ഓക്കെ, കൊതുകുണ്ട്. പക്ഷെ കാടല്ലേ, കാട്ടിലെ കൊതുക് നല്ലതാണ്. ഈ മറ്റേ ഇന്ന് വന്ന് മുതലായില്ലേ ശരിക്കും. നമ്മൾ വെയ്യാണ്ട് ഹോസ്പിറ്റലിലേക്ക് വേണ്ടി വന്നതാ, പക്ഷെ ഇവിടം വരെ എത്തി. എന്റെ പനിയൊക്കെ മാറി. ഹോസ്പിറ്റലിൽ പോയി ഇവിടെ വരുന്നേ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. നല്ല കൊതുകുണ്ട്. കൊതുകിന്റെ കടി കൊണ്ട് ചൊറിയാൻ നിന്നാ താഴെ കിടക്കും. ഓക്കെ, എനിക്കാണ് ഇങ്ങനെ ചൊറിയണം. അങ്ങനെ നമ്മള് താഴെ എത്തി ഗൈസ്. അതെ ഗൈസ്, നമുക്ക് ഇറങ്ങാം. ഇങ്ങനെയാണോ ഇറങ്ങണേ? അല്ല, നേർന്നോ ഇറങ്ങാം. അയ്യോ, എനിക്ക് ഇറങ്ങാൻ അറിഞ്ഞൂടാ. ഇവിടുന്ന് കാലിട്ടാ മതി, അതാ നല്ലേ. നിരങ്ങിയാണോ നീ വീഡിയോ എടുക്കുന്നത്? ഇതേടെയാണ് ഹൈലൈറ്റ്. എന്റെ പൊന്നടി കഴിഞ്ഞ അടുത്ത ഹോസ്പിറ്റലിൽ പോകാൻ എനിക്ക് വയ്യ. ഗൈസ് കാണു, ആ കഴപ്പ് കാണു ഗൈസ്. ഇതിലെ മര്യാദക്ക് ഇറങ്ങാവുന്നയാള് ഇതിലേ പോയി. അതെ അതെ അതെ, ഇതെന്തോ മരം മറിഞ്ഞു വീണതാ.
ആ അതെ അതെ. പക്ഷെ നല്ലതായില്ല. പക്ഷെ അതിന്റെ ബാക്കി അങ്ങോട്ട് പടർന്ന് പിടിച്ച് പോയേക്കണ നോക്കിക്കേ. വേര് താഴോട്ട് പോയി. ഇതൊക്കെ അപ്പൊ പണ്ടത്തെ വേരാണോ? ഇതെന്തൊരു തടിയുള്ള ഉള്ളിലാണ്. അതിനൊരു വേര് എന്നിട്ട് പോകണ്ട അങ്ങോട്ടൊരു കണക്ഷൻ പോയിട്ട് നമുക്കിനി എങ്ങോട്ടാ പോവാല? കഴിഞ്ഞു ഇത്? ഇല്ല, അപമാനം അതിനൊക്കെ വന്നിരുന്നു. കഴിഞ്ഞില്ലല്ലോ, അങ്ങോട്ട് പോകാനുണ്ട്. ഇതോ ഇത്രേ ഉള്ളോ? ഇവിടെ ഇത്രേ ഉള്ളൂ. അവിടെ ഉണ്ടാവും. അവിടെ അങ്ങോട്ട് കാണുന്നു. ഇത് എടുക്കണ്ടേ? ഇത് പിടി. എൻ്റെ ഫോണുണ്ടല്ലോ, നമ്മുടെ അല്ല കുപ്പി. നമുക്കിങ്ങനെ കാണാം. ഇത്രേ ഉള്ളൂ ഇവിടെ, കണ്ടില്ലേ? ഇനി നമ്മളെ ബാക്കി വെറുതെ ഇരിക്കുകയാണ് ഇവിടെ. ഇനി ഉമ്മ ഇപ്പം വരുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരാം അല്ലേ? എനിക്ക് റീസെൻ്റ് ആയിട്ടൊരു പാട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. അതൊന്ന് കാണിച്ചു കൊടുത്ത യൂട്യൂബിൽ. മറ്റേ എന്താ അടിച്ചു കൊടുക്കല്? അല്ല, ഫെജോടെ മറ്റേ പള്ളിയില് ക്രിസ്ത്യൻസ്. ആ ക്രിസ്ത്യൻ ഡിവോഷൻസ്. അതെ അതായിരുന്നു. ഫെജയുടെയോ? ആ ഫെജു സോങ്സ്. അതിലൊരു പാട്ടുണ്ടല്ലോ, ആ വഴികാട്ടി. ഇതിൽ വഴികാട്ടി. ആ പക്ഷെ ആ പാട്ടല്ല. ആ അതിലെ ഫസ്റ്റിലെ വരി കേട്ടോക്കണേ. ഇവിടെ എനിക്കിഷ്ടമല്ല, പക്ഷെ ഇതിന്റെ ഒറിജിനൽ പാട്ടുണ്ട്. അടിപൊളിയാണ്. ഇപ്പൊ നമ്മളെ ഹോസ്റ്റലിൽ നമ്മളിപ്പോ വെറുതെ ഇരിക്കുമ്പോൾ ഒരുങ്ങുമ്പോഴൊക്കെ നമ്മൾ ഇതന്നെ പാട്ടിടല്. സൺ കിസ്ഡ്. ഫോട്ടോ എടുക്കായിരുന്നു ഗൈസ്. നക്ഷത്ര വൃക്ഷങ്ങൾ, നക്ഷത്ര വൃക്ഷങ്ങൾ. രോഹിണി, അവിട്ടം, തിരുവോണം, ഉത്രാടം, ഓരോരുത്തരുടെ അശ്വതി, പൂയം. കൊള്ളാല്ലേ? ശരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ? മഹാഗണി. ആ അത് മറ്റേതല്ലേ? എന്റെ ഇല്ല, കരിഞ്ഞു പോയി. നിനക്ക് നിന്റെതൊക്കെ അറിയോ? ജ്യോതി, ചോതി, മഴമരം. നോക്ക് 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 നോക്ക്. മഴമരം. ആ സമനി സമാൻ. കൊള്ളാല്ലേ വൈബ് ഇവിടുത്തെ? ഐ ലൈക്ക് ഇറ്റ്. ആ പ്രകൃതി കണ്ട് പഠിക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട്. പക്ഷെ ആശയം പറഞ്ഞത് ആശയമല്ലല്ലോ, ആഗ്രഹം അല്ലേ? പക്ഷേ ഇവിടുത്തെ സ്മെല്ല് കാരണം നമുക്ക് പറ്റില്ല അവിടെ ഇരിക്കാൻ. ഇതാണ് എൻട്രൻസ്. ഓക്കെ, വെൽക്കം ടു മംഗളവനം ബേർഡ്സ് സാങ്ച്വറി. ഹൈക്കോർട്ടിൻ്റെ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നാൽ മതി ഗൈസ്.